ജീവിതം മുഴുവൻ RSS ആയി ജീവിച്ചൊരു മനുഷ്യന്റെ മരണത്തിലെ അവസ്ഥ നോക്കണേ. മഞ്ചേശ്വരത്തിന് സമീപം നാരായണൻ എന്ന മുൻ RSSകാരൻ ജീവിതകാലം മുഴുവൻ RSSന് വേണ്ടി സമൂഹത്തിലെ സജീവ പ്രവർത്തകനായിരുന്നു. പ്രായമേറിയ സന്ദർഭത്തിൽ അർബുദ രോഗം ബാധിച്ചു. അതിനു മുന്നോടിയായിട്ട് 2 വിവാഹം കഴിച്ചു. അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളെ തുടർന്ന് ആരും നോക്കാനില്ലാത്ത അവസ്ഥയായി. അതിനോടൊപ്പം RSSകാരും കൈവിട്ടു പോയി. അങ്ങനെ ക്യാൻസർ ബാധിച്ച് കടവരാന്തയിൽ കിടന്ന നാരായണനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റിനായിട്ട് കാസർകോട്ടെ ലീഗ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് മാറ്റാൻ തയ്യാറായി. ഒടുവിൽ ചൊവ്വാഴ്ച മരണപ്പെട്ടപ്പോൾ ആ മൃതദേഹം ഏറ്റുവാങ്ങാനും ഒരു ബന്ധുക്കളും വന്നില്ല. സംസ്കാര ചടങ്ങുകൾ നടത്താൻ ആരുമില്ലാത്ത അവസ്ഥ. അങ്ങനെയാണ് ജനപ്രതിനിധി കൂടിയായിട്ടുള്ള ഇർഫാനെയും ലീഗ് പ്രവർത്തകരും ചേർന്ന് ആ കർമ്മം ആചാരപൂർവ്വം നിർവഹിച്ചത്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് സംസ്കാര ചടങ്ങിന് പണമില്ലെന്നറിയിച്ച് ബന്ധുക്കൾ ഏറ്റെടുക്കാത്ത മൃതദേഹം മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആചാരപ്രകാരം സംസ്കരിച്ചു. മീഞ്ച ചിഗ്രുപദവ് സ്വദേശിയായ നാരായണന്റെ മൃതദേഹമാണ് ലീഗ് പ്രവർത്തകർ സംസ്കരിച്ചത്. ക്യാൻസർ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന നാരായണൻ ചൊവ്വാഴ്ചയാണ് മരിച്ചത്. നാരായണൻ പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെയുണ്ട്, ആരും നോക്കാൻ ആൾക്കാരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് സയ്യിദ് ട്രസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഏറ്റെടുക്കാനാണ് നമ്മൾ ആദ്യം പോയിട്ടുണ്ടായത്. ആ സമയത്ത് അവർ അത്ര ഒരു കണ്ടീഷനിലല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ കളക്ടറെ വിളിച്ചു സംസാരിച്ച് അവിടെ നിന്നാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ജീവിതകാലം മുഴുവൻ സമൂഹത്തിൻ്റെ ഇടയിൽ ആ മനുഷ്യൻ RSS ആശയത്തോടൊപ്പം നിലനിന്നുകൊണ്ട് വർഗീയത പറയാൻ ചെലവഴിച്ചിട്ടുണ്ടാകാം. പക്ഷേ മരണപ്പെട്ടു കഴിഞ്ഞു. പിന്നെ ജീവനില്ലാത്ത ശരീരം വെറും മൃതദേഹമാണ്. ആ ദേഹത്തോട് അനാദരവ് കാട്ടാൻ പാടില്ല. കാര്യം മനുഷ്യനാണല്ലോ. RSSകാരനാണെങ്കിലും മരിച്ചു കഴിഞ്ഞ വെറും മൃതശരീരം മാത്രം. ആ മൃതശരീരത്തോട് RSSകാരും ബന്ധുക്കളെല്ലാം അനാദരവ് കാട്ടി കളഞ്ഞിട്ട് പോയെങ്കിലും ഈ നാട്ടിൽ മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ലീഗുകാർ ആ സത്പ്രവൃത്തി ചെയ്തു. ആചാരപൂർവ്വം അദ്ദേഹത്തിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഏറ്റുവാങ്ങി കൊണ്ടുവന്ന് സംസ്കാര ചടങ്ങുകൾ പൊതു ശ്മശാനത്തിൽ നടത്തി. അത് ആ പൊതുപ്രവർത്തകയുടെയും ഒപ്പം നിൽക്കുന്നവരുടെയും വിശാലമായിട്ടുള്ള മനോഭാവം. ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പശ്ചാത്തപിച്ചിട്ടുണ്ടാകാം. പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ മറ്റ് മനുഷ്യരെ, മറ്റു മതക്കാരെയെല്ലാം ഈ നാട്ടിൽ വെറുക്കാനും അവർക്കെതിരെ വർഗീയത വളർത്താനും ശ്രമിച്ച വ്യക്തിക്ക് ഏറ്റവും ഒടുവിൽ ജീവിതാവസാനം വരുമ്പോൾ ആരോരുമില്ലാത്തൊരവസ്ഥ. ആ നാട്ടിലെ മനുഷ്യർ RSSകാരെ പോലെ ഹൃദയശൂന്യരായിരുന്നില്ല. ലീഗുകാരാണെങ്കിലും ഹൃദയമുള്ളവരായിരുന്നു. അവർ അയാളെ അവസാന കാലഘട്ടത്തിൽ പരിചരിച്ചു. മരണപ്പെട്ടപ്പോൾ അന്ത്യയാത്ര നൽകി. ആരോഗ്യമുള്ള കാലത്തോളം RSSന് വേണം. ആരോഗ്യം ക്ഷയിച്ചു കളഞ്ഞാൽ അതിനെ ചണ്ടി പോലെ വലിച്ചെറിയുന്ന ആ രാഷ്ട്രീയം അതെത്രമാത്രം മനുഷ്യത്വ വിരുദ്ധമാണെന്ന് പിന്നെയും തെളിയിച്ച ഉദാഹരണം.